ഹായ് ആൾ, നമ്മുടെ അൽബേനിയ ജോബ് പോസ്റ്റിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ വേക്കൻസി ഉണ്ടോ, പ്ലംബർ വേക്കൻസി ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കിപ്പോൾ കറൻ്റ് ഏതൊക്കെ വേക്കൻസി ഉണ്ട്, എത്രയൊക്കെ ആളുകളെ ആവശ്യമുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കിനി നിലവിൽ ആവശ്യമുള്ളത് കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റേഴ്സ് 5 പേരെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റേഴ്സിനെ, അതായത് വലിയ അഡ്വർടൈസിങ് ബോർഡുകൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറൽ വർക്ക് അറിയാവുന്ന ഒരു 5 പേരെ ആവശ്യമുണ്ട്. ജിപ്സം വർക്കേഴ്സ് 5 പേരെ ആവശ്യമുണ്ട്. അതല്ല അൽബേനിയയിലോട്ടുള്ള മാത്രമാണ് ഞാൻ പറയുന്നത്. വെൽഡേഴ്സ് 2 പേരെയും കൂടി ഇനി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാറ്റഗറി 2 കിച്ചൺ ഹെൽപ്പേഴ്സ് ഫീമെയിലിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇനി വരുന്നത് അത്യാവശ്യം ഓൾറൗണ്ട് സ്കിൽഡായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അറിയാവുന്ന അങ്ങനെ അത്യാവശ്യം കുറച്ച് 2-3 പേരുടെ വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കിൽഡ് കാറ്റഗറിയിലേക്ക് അൺസ്കിൽഡ് ഒന്നും ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. ഈ 2 ഫീമെയിൽസിൻ്റെ കിച്ചൺ ഹെൽപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഒരു ഓട്ടോമേഷൻ എഞ്ചിനീയർ, പിന്നെ ഇലക്ട്രീഷ്യൻ, ഓട്ടോമേഷൻ അറിയാവുന്ന ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, ഇത്രയും ആളെയാണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ഡേറ്റ് 15 ഏപ്രിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഡേ ബൈ ഡേ ഇത് മാറിക്കൊണ്ടിരിക്കും റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഈ കാറ്റഗറീസൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് 1.5 മാസം 2 മാസം കാലയളവിൽ വിസ അപ്രൂവൽ ആവുന്നതായിരിക്കും. താങ്ക് യു.